ടൂത്ത് പിക്ക് പല്ല് കുത്താൻ മാത്രമല്ല, അതിനെക്കൊണ്ട് ഇങ്ങനെ ഒരു ഉപയോഗമുണ്ട്. കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പരിപാടിയാട്ടോ ഇത്. എന്നാൽ ഭയങ്കര എളുപ്പമാണ് താനും. എളുപ്പം എന്ന് പറയാൻ കാരണമുണ്ട്. ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് വെച്ച് ജസ്റ്റ് സ്റ്റിക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. ഇത് കട്ട് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക്. ആദ്യം ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് നമ്മളൊരു 3 വരച്ചു കൊടുക്കണം. അതുമേല് കറക്റ്റായിട്ട് ടൂത്ത് പിക്കുകൾ വെട്ടി എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കണം. താഴെ ഗമ്മൊന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് വെച്ചു കൊടുത്താൽ മാത്രം മതി. ഇതാണ് ഇതിൽ ഏറ്റവും വലിയ ടാസ്ക്. വെച്ച് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്യുമ്പോൾ ഉള്ളൊരു ടാസ്ക്കാണ് വലിയ ടാസ്ക്. ഇതൊക്കെ പിന്നെ ചെറിയ ചെറിയ സംഭവങ്ങളായതുകൊണ്ട് പെട്ടെന്നാണ് നമ്മുടെ കൈ നിൽക്കാത്ത ഒഴുകി പോകുന്നത്. ഇനിയാണ് നമ്മുടെ ഗ്ലൂ ഗണ്ണിന്റെ വരവ്. ഗ്ലൂ ഗൺ എടുത്തിട്ട് ഇതിന്റെ 2 എഡ്ജസ് ഞാൻ ഇവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന്റെ അകത്ത് കുറച്ച് കുട്ടി പീസുകൾ വെക്കാനുണ്ട്. അത് വെക്കാൻ വേണ്ടി ഇത് തന്നെ ഉപയോഗിക്കുന്നത്. അത് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഉള്ളിൽ ഇങ്ങനെ വെച്ചു കൊടുക്കണം, ഒരു ട്രയാങ്കിൾ ഫോം ആവുന്ന വിധത്തിൽ. ഇനി ബാക്കിയുള്ള ഭാഗങ്ങളിൽ നമ്മൾ ഗ്ലൂ ഗൺ വെച്ചെല്ലാം സ്റ്റിക്ക് ചെയ്യാൻ പോവാണ്. അതിങ്ങനെ വെച്ച് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ചെയ്ത് വന്നപ്പോഴത്തേക്കും ഇതുപോലെ ആയിട്ടുണ്ട്. ഞാൻ വെച്ചതും വെക്കാത്തതും എല്ലാം ഓരോ വഴിക്കായിട്ടുണ്ട്. ഇതാണല്ലോ ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ ഞാൻ തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എല്ലാം സൈസിനനുസരിച്ച് കറക്റ്റ് ചെയ്ത് ഒന്നും കൂടി വെച്ചു കൊടുത്തു കേട്ടോ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ക്ഷമയുണ്ടെങ്കിലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ കുറേ നേരം ആ ടൂത്ത് പിക്ക് ഞാൻ തമ്മിലുള്ള ബലപ്പെടുത്തിയതിനു ശേഷം അവസാനം ഞാൻ ചെയ്തെടുത്തു. ഇനിയുള്ള പ്രോസസ്സ് ഭയങ്കര സാറ്റിസ്ഫൈങ്, കാരണം ആ പേപ്പറിൽ നിന്ന് ഇങ്ങനെ എടുത്താൽ മതി. പക്ഷെ സൂക്ഷിച്ചു എടുക്കണം, എങ്ങാനും ഒരെണ്ണം പൊട്ടിപ്പോയി കഴിഞ്ഞാൽ തീർന്നു. പേപ്പർ കീറിയാലും കുഴപ്പമില്ല, അതിനൊന്നും സംഭവിക്കില്ലെന്ന് ഒറ്റ ആശയോടെയാണ് ഞാനതെടുത്തത്. എന്തായാലും ഒന്നും സംഭവിക്കാതെ അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേൽ വന്ന് കിടക്കുന്ന ചലന്തി വല പോലത്തെ സംഭവങ്ങളെല്ലാം ഇങ്ങനെ പറിച്ചു മാറ്റുന്നുണ്ട്. എനിക്കിത് ഇങ്ങനെ കാണാനും ഇഷ്ടമായി. ഇത് കണ്ടോ, നല്ല രസമില്ല കാണാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ജസ്റ്റ് പെയിന്റും കൂടെ ഒന്ന് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ ബ്ലാക്ക് പെയിന്റ് ആണ് കേട്ടോ കൊടുക്കുന്നത്. പിന്നെ പെട്ടെന്ന് മണി തരാൻ വേണ്ടിയിട്ട് സ്പ്രേ പെയിന്റ് എടുത്ത് അടിച്ചു. അങ്ങനെ മുഴുവനും ബ്ലാക്ക് പെയിന്റ് അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഒരു ഗോൾഡ് പെയിന്റ് എടുത്ത് അതുമേലെ കൂടെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ആയപ്പോൾ ഇത് കംപ്ലീറ്റ് ആയി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.